ഹലോ, നമുക്കിന്ന് എളുപ്പത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പൈനാപ്പിൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും അതുപോലെ കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് പൈനാപ്പിൾ, അതായത് ഒരു ചെറിയ പൈനാപ്പിൾ എടുത്തു എന്ന് പറഞ്ഞില്ലേ, അതിലൊരു കാൽ ഭാഗം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് അതൊന്ന് വഴിച്ചെടുക്കുന്നത്. അതൊന്ന് പകുതി വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് പോലെ അരക്കണ്ട, എന്നാൽ നന്നായിട്ട് അരച്ചു കൊടുക്കണം. എന്നിട്ട് ഈ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഈ അരച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക എണ്ണയിൽ. എണ്ണ നമ്മൾ ആദ്യമേ തന്നെ ഒരുപാട് ഒഴിച്ചിട്ടില്ല, കുറച്ച് ഒഴിച്ചാൽ മതി, ബാക്കി താളിക്കുമ്പോൾ ഒഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അത് വഴറ്റുക. ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചച്ചുവ പോകുന്ന വരെ ആ എണ്ണയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റൊക്കെ മതി കേട്ടോ, അപ്പോഴേക്കും അത് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും 1 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചച്ചുവ പോകുന്ന വരെ വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് എന്ന് പറയുന്നത് തേങ്ങ, ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും വെള്ളവും ചേർത്ത് അരച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട തൈര്, ഇപ്പോൾ ഈ കറിക്ക് വേണ്ടത്ര തൈര് നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ആട്ടോ അത്. അതും കൂടി അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളക്കണ്ട, ഒരു 2 മിനിറ്റ് അങ്ങനെ വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ താളിച്ചിടുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും താളിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ തിക്കായിട്ടിരിക്കണം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി കളയരുത്. അപ്പോൾ അതൊരു മോരുകറി ആവും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്